വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ക്ലബ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് ടെക്സ്റ്റിലെ എക്സർസൈസ് ആയിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag costs 300 rupees more than the slippers. What is the price of the bag? അപ്പം എന്താ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. 1100 രൂപയ്ക്ക് പ്രിയ ഒരു ബാഗും ഒരു പെയർ സ്ലിപ്പേഴ്സും വാങ്ങിച്ചു. അപ്പം ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. സ്ലിപ്പേഴ്സിനേക്കാൾ 300 രൂപ കൂടുതലാണ് എന്തിന്? ബാഗിന്. അപ്പം നമ്മൾ കുറവ് വിലയുള്ള ബാഗിന് സ്ലിപ്പേഴ്സിൻ്റെ കോസ്റ്റ് എക്സ് ആയിട്ട് എടുക്കുക. Let cost of slippers be x. Then the cost of the bag is equal to x plus 300. അല്ലേ? എക്സ് എന്ന് പറയുന്നത് സ്ലിപ്പറിൻ്റെ വിലയാണ്, അതിനേക്കാൾ 300 കൂടുതലാണ് ബാഗിൻ്റെ വില. അപ്പോൾ അതാണ് നമ്മൾ എക്സ് പ്ലസ് 300 എന്ന് എഴുതിയത് ബാഗിൻ്റെ വില. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരുന്നു? 1100 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 300 ഇസ് ഈക്വൽ ടു 1100. അപ്പം ഈ എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100. 2x ഈസ് ഈക്വൽ ടു 1100 മൈനസ് 300. ഈ 300 ഇവിടെ കൂട്ടിയേക്കും ആയതുകൊണ്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താ നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 800. എക്സ് ഈസ് ഈക്വൽ ടു 800 ഡിവൈഡഡ്, ഇവിടെ 2x എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 2, ദാറ്റ്സ് ഈക്വൽ ടു 400. അത് എക്സ് എന്ന് പറയുന്നത് എന്താ? സ്ലിപ്പറിന്റെ വിലയാണ് അല്ലേ? കോസ്റ്റ് ഓഫ് സ്ലിപ്പർ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 400. ദെൻ കോസ്റ്റ് ഓഫ് ബാഗ് ഈസ് ഈക്വൽ ടു 400. അതായത് എക്സ് പ്ലസ് 300 എന്നാണ് പറഞ്ഞത്. 400 പ്ലസ് 300 ദാറ്റ് ഈസ് 700. അങ്ങനെ നമുക്ക് സ്ലിപ്പറിൻ്റെയും ബാഗിൻ്റെയും വില 400 എന്നും 700 എന്നും കിട്ടി. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. The sum of two numbers is 26 and their difference is 4. What are the numbers? അപ്പം എന്താണ്? The sum of two numbers, രണ്ട് നമ്പറുകളുടെ സം എന്ന് പറയുന്നത് 26 ആണ്. ആൻഡ് their difference, അവയുടെ ഡിഫറൻസ് 4 ആണ്. What are the numbers? അപ്പോൾ നമ്മൾ സ്മോളർ നമ്പർ എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് ദ സ്മോളർ നമ്പർ ബി എക്സ്, ദെൻ ദ അതർ നമ്പർ ഈസ് എക്സ് പ്ലസ് 4. ദാറ്റ് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഡിഫറൻസ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്മോളർ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എക്സ് പ്ലസ് 4 ആയിരിക്കും. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. അതായത് സെക്കൻഡ് നമ്പർ എക്സ് പ്ലസ് 4 ആണ്, ഫസ്റ്റ് നമ്പർ എക്സ് ആണ്. അങ്ങനെ എക്സ് പ്ലസ് 4 എന്ന് വന്നു. അപ്പോൾ അത് രണ്ടും കൂടെ എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 26. എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 26. 2x ഈസ് ഈക്വൽ ടു 26 മൈനസ് 4. ഈ 4 ഈക്വൽ സൈഡിന് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും മൈനസ് ആകും. 26 മൈനസ് 4 ദാറ്റ്സ് ഈക്വൽ ടു 22. അതായത് 2x ഈസ് ഈക്വൽ ടു 22. എക്സ് ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 11 അല്ലേ? Smaller number that is x is equal to 11. Larger number 11 plus 4 that's equal to 15. The third problem. The perimeter of a rectangle is 40 centimeter and one side is 8 centimeter longer than the other side. Calculate the lengths of the sides. അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് അതായത് രണ്ട് നീളവും 2 വീതി, അതാണ് റെക്ടാങ്കിളിനുള്ളത് അല്ലേ? 2L 2B. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ? അതായത് ഒരു വസ്തുവൊക്കെയാണെങ്കിൽ നമ്മൾ അതിന് വേലി കെട്ടുക, ആ 4 സൈഡിൽ ഇങ്ങനെ വേലി കെട്ടുക, അതാണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു 2L ഉണ്ടല്ലേ? 2L പ്ലസ് 2B ആണ്. അപ്പം 2 നമ്മളിങ്ങനെ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ 2 ഇൻറ്റു L പ്ലസ് B എന്നാകും. ഇതാണ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. അപ്പം ലെറ്റ് സ്മോളർ സൈഡ് ബി നമുക്ക് ബ്രെഡ്ത്ത് ബി ആയിട്ട് എടുക്കാം. എക്സിന് പകരം നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും എടുക്കാം. എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ നമുക്ക് റെക്ടാങ്കിളിന് ലോങ്ങർ സൈഡ് L എന്നും ഷോർട്ടർ സൈഡ് B എന്നുമാണ് നമ്മൾ എടുക്കുന്നത്.
അപ്പോൾ ലെറ്റ് സ്മോളർ സൈഡ് ബി ആയിട്ട് എടുക്കുന്നു. ദ ലെങ്ത് ഇസ് ഈക്വൽ ടു ബി പ്ലസ് 8, അതായത് എൽ ഇസ് ഈക്വൽ ടു ബി ഷോർട്ടർ സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദ ലെങ്ത് ഇസ് ഈക്വൽ ടു ബി പ്ലസ് 8, ദാറ്റ് ഈസ് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് പെരിമീറ്റർ. അപ്പോൾ നമ്മൾ ഈ എല്ലിൻ്റെ അവിടെ ഈ ബി പ്ലസ് 8 എന്നുള്ള ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 2 ഇൻറ്റു എല്ലിനൂടെ ബി പ്ലസ് 8 പ്ലസ് ബി, ദാറ്റ്സ് ഈക്വൽ ടു 40. ബി പ്ലസ് 8 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 40/2. ഈ 2 ആണ് നമ്മൾ അവിടോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ 2 ഇൻറ്റു അല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇത് ഡിവിഷൻ ആവും. 40/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 2b പ്ലസ് 8 ഈസ് ഈക്വൽ ടു 20. 2b ഈസ് ഈക്വൽ ടു 20 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ b ഈസ് ഈക്വൽ ടു 12/2 ദാറ്റ്സ് ഈക്വൽ ടു 6. അപ്പോൾ ലെങ്ത് ഇസ് ഈക്വൽ ടു 6 പ്ലസ് 8 14. അപ്പോൾ 8ഉം 14ഉം ആണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ആയിട്ട് കിട്ടുന്നത്.